ഇയാൾക്ക് മനസ്സിലായി പോലീസിനൊരു സംശയം, തന്നിലൊരു സംശയം പോലീസിനുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് ഭാര്യയെ തിരക്കി അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. അയർക്കുന്നത്ത് പല സ്ഥലങ്ങളിലും ആയിപ്പോയി ഭാര്യയെ തിരക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളും വിചാരിച്ചു പാവം അവൻ്റെ വിഷമം. പോലീസ് ഈ നമ്മൾ ചില സിനിമയെ കാണത്തില്ലേ, സമാന്തരമായി പോലീസ് അവിടെ അന്വേഷിക്കുന്നു, നായകൻ ഇപ്പുറത്ത് സമാന്തരമായി അന്വേഷിക്കും, അവസാനം നായകനായിരിക്കും കണ്ടുപിടിക്കുന്നത്. പോലീസ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ CCTV പരിശോധിച്ചു. CCTV പരിശോധിച്ചപ്പോൾ അൽപ്പനയും സോണിയും ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കറിയാം ഇത് വിജനമായ പ്രദേശമാണ്. ഈ സോണിക്കറിയാം അവിടെ എങ്ങും ആരുമില്ല. അത് മാത്രമല്ല അവിടെ എങ്ങും അയാൾ പരിശോധിച്ചു, അവിടെ എല്ലാം പരിശോധിക്കാം, അവിടെ CCTV ഇല്ല. അപ്പോൾ ദൃശ്യങ്ങളൊന്നും പതിയില്ല. അപ്പോൾ അത്രയും ബുദ്ധിമാനായ ക്രിമിനലാണ്. ഓട്ടോയിൽ വന്നിറങ്ങുന്നു. ആ CCTV ദൃശ്യം വെച്ച് രണ്ടുപേരും ഓട്ടോയിൽ വന്നിറങ്ങി അവിടെ നടന്ന് ഈ കൃത്യം നടന്ന് വീട്ടിലേക്ക് പോകുന്നു. പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഇയാൾ ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് തിരികെ ഇറങ്ങി വരുന്നു. ഈ ദൃശ്യമാണ് കിട്ടിയത്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ ഇയാൾക്കൊരു ഡൗട്ട് അടിച്ചു, പോലീസ് തൻ്റെ പിന്നാലെ ഉണ്ട്, ഇനി ഇവിടെ നിന്നാൽ അകത്താകും. ഇതിനു പുറമെ മറ്റേ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴും അയർക്കുന്നത്തായിരുന്നു കാണിച്ചത്. അതെ, അയർക്കുന്നത്ത് കാണിച്ചത്. ഇയാളുടെ മക്കൾ ഇവിടെ തന്നെയാണ് പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഈ മക്കളെയും കൂട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് പോകാൻ ട്രെയിനിൽ കയറി.